السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العظيم. ഡൽഹി ജുമാ മസ്ജിദും ഫത്തേപൂർ സിക്രിയയും കുത്തബ് മീനാറും അടക്കമുള്ള ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ ഈ രാജ്യത്തിന് സംഭാവന നൽകിയത് എന്റെയും നിങ്ങളുടെയും പൂർവികരായ മുസൽമാന്മാരായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ താജ്മഹലിനെ തേജോ മഹാലയ എന്ന് ചിത്രീകരിച്ചുകൊണ്ട് കുത്തബ് മീനാർ കുത്തുബുദ്ദീൻ ഐബക്കിനാൽ സ്ഥാപിതമായ കുത്തബ് മീനാറിനെ പൃഥ്വിരാജാവിന്റെ മകൾക്ക് യമുനയെ വീക്ഷിക്കാൻ വേണ്ടി പണികഴിപ്പിച്ചതാണെന്ന് ചരിത്രത്തെ വികൃതമാക്കുകയും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും, മനുഷ്യത്വത്തിന്റെ അംശങ്ങൾ ഇല്ലാതാവും, സ്നേഹബന്ധങ്ങളിൽ പോലും വിഷം കലർത്തപ്പെടുന്നു. നമുക്കറിയാം, ഒഴിവിലാണ്, പാറസാലയുമായി അധിക ദൂരമില്ല, അധിക കാലവുമായിട്ടില്ല. രണ്ടുപേർ പരസ്പരം ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്രാണേശ്വരിക്ക് നല്ല മധുരമുള്ള ജ്യൂസിൽ വിഷം കലർത്തിക്കൊടുത്ത് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നീ കുടിക്കട എന്ന് പറഞ്ഞ് ഓരോരോ സിപ്പും കുടിപ്പിക്കുകയാണ് വിഷം. സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ട് കപടമായൊരു ലോകത്തിലേക്ക് നപ്പിക്കൊണ്ടിരിക്കുകയാണ്. കപട സ്നേഹം നൽകുകയാണ്. കപട സ്നേഹത്തിനെ മുൻവരിപ്പല്ലിനാൽ പുഞ്ചിരികൾ തൂങ്ങിക്കൊണ്ട് കപട സ്നേഹം മനുഷ്യന്റെ ഇടയിലേക്ക് വിതറിക്കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഹ്യൂമാനിറ്റികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതിന് വേണ്ടി നമ്മൾ പരിശുദ്ധ ഖുർആന്റെ ആപ്തവാക്യങ്ങളും സൂക്തങ്ങളും യഥാർത്ഥ അർത്ഥത്തിലും ആഴത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മദ്രസകളിലൂടെ, മദ്രസ പാഠങ്ങളിലൂടെ, മദ്രസയിലേക്ക് ഇടവഴി വഴി നടന്നു വരുമ്പോൾ, രണ്ടുപേർ മദ്രസയിൽ പഠിക്കാൻ വരുമ്പോൾ ആ കല്ല് തട്ടി, വഴുക്കുള്ള കല്ലാണ്, മഴയത്ത് കല്ല് തട്ടി ഒരു കുഞ്ഞ് താഴേക്ക് കാലിടറി വീണാൽ തൊട്ടവൻ കൂടെ വരുന്നവൻ അവനെ ഒപ്പം പിടിച്ച് ഒക്കത്ത് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പഠിപ്പിക്കുന്ന ആ മാനുഷിക മൂല്യം ഇന്നിവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. കാറിൽ നിന്നും കാർപ്പറ്റിലേക്കും കാർപ്പറ്റിൽ നിന്നും കാറിലേക്കും പോകുന്നൊരു സംസ്കാരമാണ് സ്കൂളുകളിലേക്ക്. കുട്ടികൾ നടന്നു പോകുന്നില്ല, മദ്രസകളിൽ പോയി പാഠങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിലേക്ക് നടന്നു പോകപ്പെടുന്നില്ല. സ്വന്തം വീട്ടിലെ കാർപ്പറ്റിൽ നിന്നും ഇറങ്ങി അടുത്ത കാറിലേക്ക് കയറി ആ കാർ ചെന്ന് നേരെ സ്കൂളിലെ കാർപ്പറ്റിലെത്തി ആ കാർപ്പറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നിടത്തുകൂടി മനുഷ്യന്റെ മനുഷ്യത്വങ്ങൾ ഇല്ലാതാകും, സാമൂഹിക കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നു, സാമൂഹിക പ്രതിബദ്ധത മനുഷ്യൻ ഇല്ലാതാകുന്നു. അങ്ങനെ മനുഷ്യനില്ലാതായി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിപ്പോകും. എന്ത് ഹീനമായ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതിന് മനുഷ്യനെ പ്രേരിപ്പിക്കപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളുമാണ് നാം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ കൊണ്ടെത്താതെ ഉൾവലിയുന്നതിന് നാം പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി. അപ്പോൾ അതില്ലാതായിരിക്കും. മനുഷ്യൻ വീട്ടിൻ്റെ 4 മതിലുകൾക്ക് അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ കയ്യിലെത്തിയാൽ ഹൃദയസ്പന്ദനം പോലെ ഉറക്കമുണർന്നാൽ ആദ്യം ഈ സാധനത്തിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയം ഇടിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പോയി മനുഷ്യൻ ഡെഡാണ്. ഉറക്കത്തിൽ തന്നെ കടന്നുകൊണ്ട് കണ്ടുറക്കുന്നതിന് മുമ്പേ ഇങ്ങനെ തപ്പും. ഇങ്ങനെ തപ്പിന് ഈ ഒരു സാധനത്തിനകത്തേക്ക് മനുഷ്യൻ ഒതുങ്ങിക്കൂടി ചുരുങ്ങി ഇല്ലാതായി പോകുന്നൊരു
അവസ്ഥയും സാഹചര്യവും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായൊരു അവസ്ഥാവിശേഷം നമുക്കുണ്ടാകണം. നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നല്ല സത്സമ്പന്നമായ ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കണം. നാളുകളിൽ പഠനാവശ്യങ്ങൾക്കായി ഒരു തലം വിട്ടടുത്തൊരു തലങ്ങളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ എന്ന മഹത്തായ 2 വിരലുകൾ നമുക്കുണ്ടെന്നും ആ വിരലുകൾക്കിടയിലിരിക്കുന്ന നൂല് ആണ് ആ നൂലിൻ്റെ അറ്റത്തുള്ള പട്ടമാണ് നാം എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാതന്ത്ര്യത്തോടെ നമുക്ക് എവിടെ പോയാലും ശരി, നമ്മുടെ ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരറ്റത്ത് മാതാപിതാക്കൾ എന്ന ചരടുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാതാവിന്റെയും പിതാവിന്റെയും മഹത്തായ മൂല്യം മറ്റൊരു മതസമൂഹങ്ങളിലും മന്നോത്തമാക്കാത്തിടത്തോളം മന്നോത്തമാക്കി ഖുർആനുകളിലൂടെയും ഹദീസിലൂടെയും നമ്മെ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിക സംസ്കാരം ആ രീതിയിലേക്ക് ആവാഹിക്കപ്പെടാൻ കഴിയുന്ന പുതിയൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയാണ് നാം സ്വാതന്ത്ര്യലബ്ധി നേടുന്നത്. നാം അങ്ങനെയാണ് സമൂഹത്തിൽ മാതൃകാപരമായ മറ്റ് ഇതര സമുദായങ്ങൾക്ക് പോലും മാതൃകാപരമായിട്ടുള്ള ഒരു നന്മയുള്ള നല്ലൊരു സമൂഹമായി നാം മാറപ്പെടാൻ. നിയമങ്ങൾ അനുസരിക്കുന്ന നല്ലൊരു തലമുറയാകാൻ നമുക്ക് കഴിയും. നിയമങ്ങൾ എന്താണ്? നിയമങ്ങൾ മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ നിയമങ്ങളുണ്ടായി. നിയമങ്ങൾ എന്താണ്? നിയമത്തിന്റെ നിർവചനം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ നല്ലവനായി നടക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണോ അതാണ് നിയമം. അങ്ങനെ നല്ലവനായി നടക്കുന്നതിനുള്ള ചട്ടക്കൂടാണ് നിയമം. അപ്പൊ നിയമം അനുശാസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിയമം അനുശാസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ എന്ത് സംഭവിക്കും? ജയിലിൽ കൊണ്ടുപോയി ജയിലിലിടും. അപ്പൊ അതാണ് ശിക്ഷ. ജയിലിലിടുമ്പോൾ എന്ത് സംഭവിക്കും? ജയിലിലിടുമ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാവും. അപ്പൊ അവിടെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടും. അതാണ് നിയമത്തെ അനുസരിച്ചില്ലെങ്കിൽ നൽകാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ഇപ്പൊ മനുഷ്യന് ഒരു ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ എഴുന്നേക്കാം, ആഹാരം ലഭിക്കും എന്നുള്ളതല്ലാതെ അവന്റെ മറ്റ് സ്വാതന്ത്ര്യങ്ങൾ, അവനിപ്പോ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ബന്ധു വീട്ടിലേക്ക് പോകണം, അവന്റെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ ഇല്ലാതാക്കപ്പെടും. അവനിപ്പോ ഒരു നല്ല സിനിമ കാണണം, അല്ലെങ്കിൽ അവന് പാട്ട് കേൾക്കണം, അവന്റെ വലിയ പുസ്തകം, അവൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകം വായിക്കണം, പത്രം വായിക്കണം. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യങ്ങൾ അവിടെ ഹനിക്കപ്പെട്ട് ഇല്ലാതാക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഒരു നിയമത്തെ അനുശാസിക്കാത്ത ആളിനെ നിയമവ്യവസ്ഥ നേരിടും. അപ്പൊ നമുക്ക് നല്ലൊരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം എന്താവണം? നാം നല്ലവരായിരിക്കണം. നന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആരും ഒരിക്കലും ഹനിക്കാൻ വരികയില്ല. ഇന്ന് നമ്മളെ അന്ന് വേറെ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ മറ്റൊരു രീതിയിൽ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇന്ന് നമ്മുടെ മറ്റു രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അയൽ രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളോ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യ എന്ന ആ മഹാരാജ്യം ഐക്യതയിലും അഖണ്ഡതയിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ രാജ്യം അവരെ ശിഥിലമാക്കുക, അല്ലെങ്കിൽ അവരുടെ വളർച്ചയും ഉയർച്ചയും തളർത്തുക അത് യുദ്ധത്തിലൂടെ സാധ്യമല്ല, മറ്റ് യാതൊരു മാർഗങ്ങളിലൂടെയും ഇൻവേഷനുകളിലൂടെയും വെട്ടിപ്പിടിക്കലുകളിലൂടെയും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഏറ്റവും നല്ല ആയുധം എന്നെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ആ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്തതിലൂടെ അങ്ങനെ ഒരു തലമുറ, വളർന്നു വരുന്ന ഒരു തലമുറയെ നിഷ്കാസനം ചെയ്യുന്നതിലൂടെ ഇന്ത്യ മഹാരാജ്യത്തെ നിഷ്കാസനം ചെയ്യാമെന്ന തിരിച്ചറിവിൽ നിന്നും അതിനുവേണ്ടിയുള്ള വളരെ ആസൂത്രിതവും ഉത്കർഷിതവുമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും സഹായത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്ന വസ്തുത. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ മസ്തിഷ്ക വികാസത്തിന്റെ ഏറ്റവും കൂടുതൽ 60% സംഭവിക്കുന്നത് ആ കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ വളർന്നു ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ഈ 50% മേലുള്ള തുടർച്ചയായിട്ടുള്ള പിന്നീടുള്ള മസ്തിഷ്ക വികാസം 100% വരെ എത്തുന്നത് ആൺകുട്ടികളാണെങ്കിൽ 18 വയസ്സും പെൺകുട്ടികളാണെങ്കിൽ 21 വയസ്സും. അങ്ങനെയാണ് ശാസ്ത്രം തെളിയിച്ചത്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഈ 50% ആ വളർച്ചയെ മുരടിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞാൽ ഒരു രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട കാര്യമില്ല, അതിനേക്കാൾ വലിയൊരു യുദ്ധമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെപ്പോലുള്ള കൊച്ചു പാഠശാലകളും കൊച്ചു കലാലയങ്ങളും കേന്ദ്രീകരിച്ച് ലഹരി എന്ന
മാരകമായ വിത്തിനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്കും കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കും വിതറിക്കൊണ്ട് അവരെ അതിന്റെ കണ്ണികളാക്കിക്കൊണ്ട് അവരുടെ മസ്തിഷ്കത്തിന്റെ ബാക്കി ഡെവലപ്മെന്റ് നടക്കുന്ന ഈ 13 വയസ്സ് മുതൽ 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സുള്ള ഈ കാലഘട്ടത്തിലേക്ക് അവരുടെ മസ്തിഷ്കത്തിനെ ഞെരുക്കി ചുരുക്കി ഇല്ലാതാക്കി അങ്ങനെ ഒരു തലമുറയുടെ ഉയർച്ചയെ ഇല്ലാതാക്കി നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ച് രാജ്യത്തെ നിഷ്കാസനം ചെയ്യുക എന്ന് പറയുന്ന വളരെ ആസൂത്രിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒറ്റക്കെട്ടായിട്ടും നാം വളരെ ചിന്തിച്ചും നേടേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നാം നമുക്ക് ഓരോരുത്തർക്കും അവരവരാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മളെ എന്നെ ശ്രമിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. കുഞ്ഞുങ്ങളുമായി നമ്മൾ സംവദിക്കുക. ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഏതെങ്കിലും അടയാളങ്ങൾ ഏതെങ്കിലും മുക്കിലും മൂലയിൽ നിന്നുണ്ടായാൽ അത് കണ്ടെത്താൻ നമുക്ക് കഴിയുക. നമുക്ക് മുളയിലെ നുള്ളിക്കളയുക. കുഞ്ഞുങ്ങളുമായി സംവദിക്കുക, സംസാരിക്കുക. കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. മകനെ അല്ലെങ്കിൽ മകളെ, നീ എന്തും ചെയ്തോളൂ, എന്തും പ്രവർത്തിച്ചുകൊള്ളൂ, നീ എന്തോ ഉപയോഗിച്ചുകൊള്ളൂ, നീ ആരെ കൂടെയും കൂട്ടുകൂടിക്കൊള്ളൂ. നിനക്ക് എന്ത് ഉപയോഗിക്കണമെന്ന് തോന്നുന്നെങ്കിലും നീ ഉപയോഗിച്ചോളൂ, എന്ത് കഴിക്കണമെന്ന് തോന്നുന്നെങ്കിലും നീ കഴിച്ചോളൂ. നിനക്ക് യാതൊരു നിയന്ത്രണവുമില്ല. പക്ഷേ ഒരു കാര്യം, നീ ഇന്ന് രാവിലെ പോയി വൈകുന്നവരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൈകുന്നേരം വന്ന് എന്നോടോ അല്ലെങ്കിൽ നിന്റെ ഉമ്മയോടോ പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ള പാഠം നാം അവർക്ക് പറഞ്ഞു കൊടുക്കുക. 10 മിനിറ്റ് നാം അവരുമായിട്ട് ഇരിക്കുക, നാം സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, നാം അവരെ കളിയാക്കുക, നാം തമാശകൾ പറയുക, അവരെ കളിയാക്കുക, അവരിൽ നിന്നും നമ്മൾ കളിയാക്കൽ വിധേയമാകുക, അവർ കളിയാക്കുന്ന കേട്ട് നമ്മൾ ചിരിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഊഷ്മളതയുടെയും കുടുംബാന്തരീക്ഷങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകും. ഏറ്റവും കൂടുതൽ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ എനിക്കറിയാം. കുറ്റവാളികളായി പരിണമിക്കുന്നവരധികവും ശിഥിലമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ഉയർന്നു വന്നവരാണ്. അത്തരത്തിലുള്ള ശിഥിലമായ കുടുംബാന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകാതിരിക്കട്ടെ. അച്ഛനും അമ്മയും തമ്മിൽ അല്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ മുമ്പിൽ ഉണ്ടാകാതിരിക്കട്ടെ. അവരുടെ മുമ്പിൽ കൃത്രിമമായെങ്കിലും ഒരല്പം ഐക്യം നാം സൃഷ്ടിക്കപ്പെടട്ടെ. ആ ഐക്യത്തിലൂടെ അവരുടെ മനസ്സിലും ഐക്യത്തിന്റെ സന്ദേശങ്ങൾ ഉണ്ടാകട്ടെ, അതിന്റെ വിത്തുകൾ മുളയ്ക്കട്ടെ. അതുവഴി ഒരു പുതിയ തലമുറകൾ നമുക്ക് ഉണ്ടാകട്ടെ. അതിന് ഓരോരുത്തരും നാം ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട സമയം അത് കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുത്ത് നമുക്ക് ഇത്തരത്തിൽ നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷ നേടി നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയും ഉയർച്ചയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ആർജിച്ചെടുത്ത ഈ മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടുത്തുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നന്മകളും അദ്ദേഹത്തിന്റെ നല്ല സൽപ്രവൃത്തികളും കുറിക്കൊള്ളേണ്ട സ്ഥലത്ത് കുറിക്കൊള്ളേണ്ട സമയത്ത് അദ്ദേഹം അഹിംസയിൽ ഊന്നിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ അയവിറക്കിക്കൊണ്ട് ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മൗണ്ട്ബാറ്റൻ പ്രഭു അദ്ദേഹത്തെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിന് വിളിക്കുകയുണ്ട്. 5 മണിയായിരുന്നു സമയം കൊടുത്തിരുന്നത്. മൗണ്ട്ബാറ്റൻ വന്നു. മഹാത്മാഗാന്ധി 5 മണിയായപ്പോൾ വന്നില്ല. അദ്ദേഹം ഒരു 5:10 മൗണ്ട്ബാറ്റൻ. നമ്മൾ ആലോചിച്ചോളണം, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അമരക്കാരനായ മൗണ്ട്ബാറ്റൻ പ്രഭു മഹാത്മാഗാന്ധിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അക്ഷമനായി 10 മിനിറ്റോളം കാത്തിരിക്കുകയാണ്. 10 മിനിറ്റുകൾക്ക് ശേഷം മഹാത്മാഗാന്ധി ആ വേദിയിലേക്ക് വന്നുകൊണ്ട് മൗണ്ട്ബാറ്റനോട് ക്ഷമ പറയുകയാണ്. മൗണ്ട്ബാറ്റൻ, ഐ ആം സോറി, ആശീനോ, ഞാൻ അല്പം താമസിച്ചു പോയി. നിങ്ങൾക്കറിയാമല്ലോ, പഞ്ചാബിൽ നിന്നുള്ള കുറച്ച് കർഷകർ വന്നിരുന്നു. ഞാൻ അവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആശീനോ, നിങ്ങൾക്കറിയാമല്ലോ, they are the real owners of the land. നിങ്ങൾക്കറിയാമല്ലോ, പഞ്ചാബിൽ നിന്ന് വന്ന കർഷകരില്ലേ, ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ. നിങ്ങൾക്കറിയാമായിരുന്നല്ലോ എന്ന് കുറുക്കിക്കൊണ്ടിട്ട് മൗണ്ട്ബാറ്റനോട് പറഞ്ഞു. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്ത്, അങ്ങനെ അത്തരത്തിൽ അഹിംസയിലും സത്യത്തിലും ധർമ്മത്തിലും സന്മാർഗികതയിലും ഊന്നിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ടും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഓർമ്മയിൽ അയവിറക്കിക്കൊണ്ടും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്വാതന്ത്ര്യ സ്മൃതി സംഗമവും അതോടൊപ്പം തന്നെ ഇവിടെ നടത്തുന്ന ഈ അവാർഡ് ജേതാക്കളെ ആദരിക്കലും ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. ഏറെ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ അധ്യക്ഷൻ അമാനുള്ള മിഫ്താഹി അവർകൾ, സ്വാഗത പ്രഭാഷകൻ പ്രിയ സുഹൃത്ത് നമീൻ അൽ ഫാസ്മി അവർകൾ, പ്രൗഢോജ്വലമായ ഉദ്ഘാടന പ്രഭാഷണം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ ഈ നാടിൻ്റെ കാവൽക്കാരനായ പൊഴിയൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട ആസാദ് അബ്ദുൽ കലാം അവർകൾ, അതോടൊപ്പം തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, വിവിധ മഹല്ലുകളിലെ പരിപാലന സമിതി അംഗങ്ങൾ, ശബ്ദം ശ്രമിക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അതിലേറെ വൈശിഷ്ടരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, പ്രൗഢമായ ഒരു ഉദ്ഘാടന പ്രഭാഷണം ബഹുമാനപ്പെട്ട സർക്കിൾ നടത്തുകയുണ്ട്. അതിൽ വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹ്യപരമായ, സാംസ്കാരികപരമായ, രാഷ്ട്രീയപരമായ, അന്തർദേശീയപരമായ സമഗ്രമായ ഒരു പ്രഭാഷണമാണ് നാം ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടു കൂടി നമ്മളെല്ലാവരെയും കേട്ടിരുന്നു. നമ്മുടെ മഹത്തായ രാജ്യം, നാം ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ 1000 ആന്തോളനം ഉണർത്തിക്കൊണ്ടിരിക്കുന്ന, 1000 താരാട്ടുപാട്ടുകൾക്കപ്പുറമായി മനോഹരമായ സ്വപ്നങ്ങൾ നെയ്ത് നൽകുന്ന, 144 കോടി ജനങ്ങൾ നിവസിക്കുന്ന, 28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയിൽ മനോഹരമായിരിക്കുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം, അത് നമ്മുടെ ഇന്ത്യ. ഇന്ത്യക്ക് തുല്യമായ ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന 190ഓളം വരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് തുല്യം ഇന്ത്യ മാത്രമാണ്. ഇനി ലോക അവസാനം വരെയും പറയപ്പെടാൻ പറ്റുന്നത് തുല്യമായ രാജ്യം ഇന്ത്യ മാത്രമേ കാണത്തുള്ളൂ. കാരണം സവിശേഷകരമാകുന്ന സാംസ്കാരിക വൈജാത്യത കൊണ്ട് കളിയിക്കാവിട വരെ മലയാളമാണെങ്കിൽ അത് കഴിഞ്ഞാൽ തമിഴായി, പിന്നെ കന്നഡയായി, പിന്നെ തെലുങ്കായി, അവിടെ നിന്ന് കറങ്ങി ഗുജറാത്തിലൂടെ കറങ്ങി, ആസാമിലൂടെ കറങ്ങി, കശ്മീരിലെ ഉറുദുവിലൂടെ കറങ്ങി തിരിച്ച് വീണ്ടും കറങ്ങി മഹാരാഷ്ട്രയിലെ മറാഠിയിലേക്ക് എത്തി. അങ്ങനെ 1700ഓളം വരുന്ന പ്രാദേശിക ഭാഷകളുള്ള 29 ഫെസ്റ്റിവലും 6 മഹാഫെസ്റ്റിവലുള്ള മഹത്തായ ഇന്ത്യ. എത്ര മനോഹരമാണ് ഈ രാജ്യത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് തന്നെ ഈ രാജ്യം നെയ്തെടുത്തിരിക്കുന്ന ഭരണഘടനാ സംവിധാനം വളരെ ഉജ്ജ്വലമാണ്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച്, വാർഷികത്തെ കുറിച്ച് സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ വളരുന്ന തലമുറകൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്താണ് നാം നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമെന്നത്, എന്താണ് നാം ആർജിച്ചെടുത്തിരിക്കുന്നതായ സമഗ്രമായ ആധിപത്യം എന്നത്, എന്താണ് ഈ രാജ്യം നമുക്ക് നൽകിയിരിക്കുന്ന ഫ്രീഡം എന്നത് ഒരു തവണ ഭരണഘടനയുടെ പ്രിയാമ്പിൽ വായിക്കൽ അനിവാര്യമാണ്. അതിലൂടെയാണ് ഈ രാജ്യത്തിന്റെ സവിശേഷകരമാകുന്ന അവസ്ഥ മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ തുടക്കം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഒരിക്കലും ഒരു ദൈവത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു വിശ്വാസത്തിന്റെയോ പേരിലോ ഒരു ആചാരത്തിന്റെ പേരിലോ തുടങ്ങാതെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജനങ്ങൾ എന്നാണ് അവിടെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് മനോഹരമായി സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യയെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടു താഴെയായി അവിടെ വിശദീകരിക്കുന്നുണ്ട് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റർണിറ്റി തുടങ്ങിയുള്ള അടിസ്ഥാനപരമാകുന്ന മൂല്യങ്ങളാണ് ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ സോവറിൻ, പരമാധികാര രാജ്യമാണ് ഇന്ത്യ. ഈസ് എ സോവറിൻ നേഷൻ, മീനിങ് ഇസ് ആസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഇറ്റ്സ് അഫെയർ. പരമാധികാര രാജ്യമാണ് ഇന്ത്യ എന്നാണ് ആദ്യത്തെ ആ പ്രയോഗം. രണ്ടാമത്തെ സോഷ്യലിസ്റ്റ് എന്നാണ്. ഈ രാജ്യം ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം, സാമ്പത്തികമാകുന്ന ശേഷിയിൽ, പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ ആയി, സാമൂഹികമാകുന്ന പുരോഗതിയിൽ ഇക്വാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ് എക്കോണമിക്കൽ തലത്തിൽ. മൂന്നാമത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സെക്യുലർ.
ഈ രാജ്യത്തിന്റെ പ്രിയാമ്പിൽ, ഭരണഘടന പ്രിയാമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് സെക്യുലർ. ആ സെക്യുലറിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ഈസ് എ സെക്യുലർ നാഷൻ, മീനിങ് ഈസ് റെസ്പെക്ട് ഓൾ റിലീജിയൻസ് ഈക്വലി. എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണനയാണ്. ഒരു മതത്തിനും സവിശേഷകരമായ പരിഗണനയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെ മതേതരത്വമല്ല മഹത്തായ ഇന്ത്യ രാജ്യത്തുള്ളത്. അവിടെ മതേതരത്വം എന്ന് പറയുന്നത് മതനീനാസമാണെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളും പ്രാക്ടീസ് ചെയ്യാനും അതിനെ പ്രബോധനം ചെയ്യാനും അത് ആചരിക്കാനുമുള്ളതായ പരമമായ മൗലിക അവകാശം നൽകിയിരിക്കുന്ന ഭരണഘടനയുള്ള പരമാധികാര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പിന്നെ ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനങ്ങളാണ് പരമാധികാരികൾ. ഭരണകൂടത്തിനപ്പുറമായി അവരെ ഇലക്ട് ചെയ്യുന്ന ജനങ്ങളാണ് പരമാധികാരികൾ. പിന്നെ മനോഹരമായ ഒരു ഭരണഘടന സംവിധാനങ്ങളുള്ള രാജ്യം. ഇവിടെ ലിബർട്ടി ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം അവിടെ വളരെ വിശാലമായി പറയുന്നുണ്ട്. തന്റെ ആശയങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാന്, അതുപോലെ തന്നെ വിശ്വാസത്തിന്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ആചാര അനുഷ്ഠാനങ്ങൾക്ക്, താൻ ഏതാണോ ആചരിക്കുന്നത്, താൻ എന്തിനാണോ വിശ്വസിക്കുന്നത്, താൻ വിശ്വസിക്കുന്ന, താൻ ആചരിക്കുന്ന തന്റെ ആരാധനകൾ എല്ലാത്തിനും ലിബർട്ടി, തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടേത്. ഇത് ഞാൻ പറഞ്ഞത് ഇത്ര മനോഹരമാകുന്ന ഭരണഘടന തയ്യാറാക്കിയ അതിന്റെ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കർ ഈ ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്ന ഭരണകർത്താക്കളുള്ള കാലഘട്ടത്തോളം മനോഹരമായ ഭരണഘടനയായിരിക്കും ഇത്. അതല്ല, ഈ ഭരണഘടനയെ നോക്കുകുത്തിയായിട്ട് ഭരണകർത്താക്കൾ ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ കടലാസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭരണ നിയമങ്ങളായി മാറ്റപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ ഏറ്റവും ആശയങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് വഖഫുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയുണ്ടാകുകയുണ്ടായി. വളരെ വ്യത്യസ്തമായി, വളരെ വ്യതിരിക്തമായിട്ട് എല്ലാ മതങ്ങൾക്കും ദേവസ്വം അടങ്ങുന്ന ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളായിട്ടും ക്രൈസ്തവർക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളായിട്ടും പാഴ്സികൾക്കും ജൈനർക്കും ബുദ്ധർക്കും സിഖർക്കും ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവരുടെ വിശ്വാസത്തിൽ എങ്ങനെയാണോ അവിടെ ഭൂമികൾ വിനിയോഗിക്കാൻ പറ്റുന്നത് അതെല്ലാം കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളായി നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ നൽകിയിരിക്കുമ്പോൾ, നിയമവ്യവസ്ഥകൾ നൽകിയിരിക്കുമ്പോൾ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ കുഞ്ഞാലി മരക്കാന മുതൽ ഇങ്ങകലെ മൗലാന അബ്ദുൽ കലാം ആസാദ് വരെ കുത്തബ് മിനാറിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മാലാക വന്നിട്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമോ മതേതരത്വം വേണമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ മാലാകയോട് മതേതരത്വം മാത്രം മതിയെന്ന്, സ്വാതന്ത്ര്യമല്ല മതേതരത്വം വേണമെന്ന് അവകാശം പറയുമെന്ന് പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ പോർച്ചുഗീസ് പടയോടും ഡച്ച് പടയോടും ബ്രിട്ടീഷുകാരോടും അഹോരാത്രം പോരാടി നേടിയെടുത്ത മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ത്യ ഗേറ്റിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന 93,000-ഓളം വരെ സ്വാതന്ത്ര്യ സമര പോരാട്ട വേദികളിൽ രക്തസാക്ഷികളായവരുടെ പേരുകൾ ചേർക്കപ്പെട്ടപ്പോൾ 62,000-ന് പുറത്തും പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട രക്തസാക്ഷികളുടെ പേരുകളാണ്. A മുതൽ Z വരെയുള്ള അക്ഷരമാലകൾ പോലെ വൃക്ഷങ്ങളിൽ കെട്ടിത്തൂക്കിയിട്ട് നിറത്തോക്കൾ കൊണ്ട് വെടിവെച്ച് ഇടനെഞ്ചിലേക്ക് പതിയുമ്പോഴും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത, അഭിമാനം പണയം വെച്ച് പോരാട്ടം നടത്തിയ, അവരുടെ സ്വത്ത് പണയം വെച്ച് പോരാട്ടം നടത്തിയ, ഒന്നുകിൽ ഇവിടെ 6 അടി മണ്ണ് അല്ലെങ്കിൽ അന്തസ്സോടുകൂടിയുള്ളതായ ജീവിതമെന്ന് പറഞ്ഞ് ഈ പോരാട്ടത്തിലേക്ക് മുന്നോട്ട് വന്ന 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോരാട്ടത്തിൽ നിന്നാണ് നാം ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിലുണ്ടായ
ഉണ്ടായിരുന്ന, നോക്കൂ, 1193 മുതൽ 1857 വരെ 700 വർഷക്കാലം ഈ രാജ്യത്തിനെ ഭരിച്ചിരുന്നത് മുസ്ലിം രാജാക്കന്മാരായിരുന്നു. ആ രാജാക്കന്മാർ 700 വർഷം ഈ രാജ്യത്തിന് ഭരണം നടത്തുമ്പോഴും ഈ രാജ്യത്തുള്ള നിവാസികൾ എതിരായിട്ട് പ്രക്ഷോഭം നടത്തിയിട്ടില്ല, എതിരായിട്ട് സമരം നടത്തിയിട്ടില്ല, എതിരായിട്ട് ജാഥകളോ റാലികളോ നടത്തിയിട്ടില്ല. മറിച്ച് 190 വർഷങ്ങൾ മാത്രം ഭരിക്കാൻ അവസരം ലഭിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അവർ കൈയടക്കി 50 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പോരാട്ടത്തിലേക്ക് ഈ രാജ്യത്തിന്റെ നിവാസികൾ തയ്യാറായി എന്നത് 700 വർഷക്കാലം ഈ രാജ്യത്ത് ഭരിച്ചതായ മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തിന്റെ അന്തസ്സിനെയും ഈ രാജ്യത്തിന്റെ അഭിമാനത്തിനെയും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനെയും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനെയും ചേർത്ത് പിടിച്ചാണ് ഭരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രത്തിന്റെ താളുകളിൽ 25% GDP ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ രാജ്യത്ത് ഭരണം നടത്തി ചണ്ടിയാക്കി മാറ്റിയിട്ട് 2.4% മാത്രമായിട്ട് അവശേഷിച്ചു പോയൊരു കാലഘട്ടം നമുക്ക് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണികെട്ടതായ ഒരു സമൂഹത്തിനെ ആദ്യമായി ചേർക്കപ്പെടണമെങ്കിൽ 20% വരുന്ന 144 കോടി ജനങ്ങളിൽ ഏകദേശം 25 കോടി വരുന്ന ജനങ്ങളെ മുൻഗാമികളായിരിക്കുന്ന വിഭാഗത്തിനാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ഇത് ജന്മഭൂമിയാണ്, ജനിച്ച വീണ മണ്ണാണ്. അഭിമാനത്തോടു കൂടി മുസ്ലിമായി ജീവിക്കുക, അഭിമാനത്തോടു കൂടി ഇന്ത്യക്കാരനായി ജീവിക്കുക. വലത് കൈയിൽ പരിശുദ്ധമായ ഖുർആനും ഇടത് കൈയിൽ ഇന്ത്യൻ ഭരണഘടനയും പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ് മഹത്തായ ഇന്ത്യ രാജ്യമെന്ന് തിരിച്ചറിയുക. ഇത് സാഹോദര്യത്തിന്റെ രാജ്യമാണ്, ഇത് സ്നേഹത്തിന്റെ രാജ്യമാണ്, ഇത് സമർപ്പണത്തിന്റെ രാജ്യമാണ്. ആ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് വയനാടുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ചിഹ്നിച്ചെതിരിയിരിക്കുന്ന ശരീരങ്ങളെ വാരിയെടുക്കാൻ വരുന്നവർക്ക് മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണെന്നത്. അതിനപ്പുറമായി ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും മനുഷ്യരാണെന്നുള്ള, അയൽ രാജ്യങ്ങളിലുള്ളവർ മനുഷ്യരാണെന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പാരീസ് ഒളിമ്പിക്സില് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നതായ ഗുസ്തി താരത്തിന് 100 ഗ്രാം കൂടിയതിന്റെ കാരണമായിട്ട് ഫൈനലിൽ പങ്കെടുക്കാതെ നിരാശയായിട്ട് പുറത്താക്കപ്പെടുമ്പോൾ ഒരു സന്തോഷകരമാകുന്ന വാർത്ത മറ്റൊരു ഭാഗത്തുനിന്ന് വരുന്നു. 2020 സുവർണ്ണ മെഡൽ നേടിയതായ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാന താരം ജാവലിൻ ത്രോയിൽ 89.2 മീറ്റർ എറിഞ്ഞുകൊണ്ട് സിൽവർ മെഡൽ നേടുമ്പോൾ 92.8 ദീർഘദൂരത്തിലായിട്ട് ജാവലിൻ ത്രോ എറിഞ്ഞുകൊണ്ട് അയൽ രാജ്യമാകുന്ന പാകിസ്ഥാനിലെ അർഷദ് നദീം എന്ന് പറയുന്ന 28 വയസ്സുകാരൻ സുവർണ്ണ മെഡൽ നേടുമ്പോൾ അർഷദ് നദീം എന്ന് പറയുന്ന ചേരിയിൽ വളർന്നു വന്ന, അഭ്യസിക്കാനായി ഗുരുക്കന്മാരില്ലാത്ത, പ്രോത്സാഹനം കിട്ടാത്ത, രാജ്യം പോലും സഹായിക്കാനില്ലാത്ത സാധാരണക്കാരനായ മുസ്ലിം ചെറുപ്പക്കാരൻ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയിടുകയുണ്ടായി, എനിക്ക് പങ്കെടുക്കാനും മത്സരത്തിൽ പരിശീലനം നടത്താനും ഒരു ജാവലിൻ പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജാവലിൻ കൊടുത്ത് സഹായിച്ച ആളുടെ പേരാണ് നീരജ് ചോപ്ര എന്ന് പറയുന്ന വെള്ളി മെഡൽ നേടിയിരിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരൻ. തീർന്നില്ല, ഈ രണ്ടുപേരും 1ഉം 2ഉം നേടിയപ്പോൾ പാകിസ്ഥാന്റെ പതാക കയ്യിൽ കിട്ടാതെ വന്നപ്പോൾ കെനിയക്കാരനും ഇന്ത്യക്കാരനും പതാകകൾ ഇങ്ങനെ വിടർത്തിയിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ പതാക ഇല്ലാതെ അർഷദ് നദിയും ഇങ്ങനെ സങ്കോചിച്ചു നിൽക്കുന്ന അവസരത്തിൽ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ അർഷദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാനിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇന്ത്യൻ പതാകയുടെ തോളിനോട് ചേർത്ത് പിടിച്ച് സാഹോദര്യത്തിന്റെ മനോഹരമാകുന്ന അർത്ഥതലം കാണിച്ചതായ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയും തീർന്നില്ല, പാകിസ്ഥാനിലുള്ള അർഷദ് നദീമിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുകയുണ്ടായി, നീരജ് ചോപ്രയുടേതായ മത്സരത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? അവര് പറഞ്ഞ മറുപടി, എന്റെ മകൻ എപ്രകാരമാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്രകാരം തന്നെ എന്റെ മകന്റെ സ്ഥാനത്ത്
സ്ഥാനത്താണ് നീരജ് ചോപ്ര. അദ്ദേഹമാണ് സുവർണ്ണ മെഡൽ നേടിയെങ്കിലും ഞാൻ അഭിമാനിക്കുമായിരുന്നു. രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ചത് മുസ്ലിം പേരുള്ള ഒരു ഉമ്മയാണെങ്കിൽ ഇന്ത്യക്കാരിയായ നീരജ് ചോപ്രയുടെ അമ്മയോട് ചോദിച്ചു, അമ്മയെ ദുഃഖമുണ്ടോ? നിങ്ങളുടെ മകൻ അർഷദ് നദീം എന്ന് പറയുന്നതായ പോരാട്ടത്തിന്റെ വീതികളിൽ പുതിയ തങ്കലിപികൾ ചേർക്കപ്പെട്ടിരിക്കുന്ന ആ മത്സരാർത്ഥിയുടെ പിറകിലായി 2ാം സ്ഥാനം നേടിയതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നുണ്ടെന്നോ ചോദിച്ചപ്പോൾ നീരജ് ചോപ്രയുടെ പ്രിയപ്പെട്ട ആ മകനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തി ഇന്ത്യ രാജ്യത്തിന്റെ സുവർണ്ണ മെഡൽ നേടിത്തരാനും ഇന്ത്യയുടെ അഭിമാനമായ പതാക പാരീസിലേക്ക് ഉയർന്നു പാറുന്നതിന് വേണ്ടി അവസരം ഒരുക്കി വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട നീരജ് ചോപ്രയുടെ അമ്മ പറഞ്ഞ മറുപടി ഒരു ഇന്ത്യക്കാരന്റെ മറുപടിയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മറുപടിയാണ്. ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തിന്റെ മറുപടിയാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മറുപടിയാണ്. ആ ഉമ്മ പറഞ്ഞത് ഒരു പക്ഷേ ഇനി അതല്ല, അർഷദ് നദീം വിജയിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്റെ മകൻ വിജയിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് അർഷദ് നദീമിന്റെ വിജയത്തിനും ഓ മേരെ ബേട്ടാ ഹേ അർഷദ് നദീം എന്റെ മകനാണെന്ന് പറയാൻ അമ്മ കാണിച്ച ധൈര്യവുമാണ് ഈ രാജ്യത്തിന്റെ മനോഹാരിതയെന്ന് തിരിച്ചറിയുക. ആ രാജ്യത്തിനെയാണ് പല പ്രശ്നങ്ങളും കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിന് വേണ്ടിയായി, അല്പം സീറ്റുകൾക്ക് വേണ്ടിയായി, നിലനിൽപ്പിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുമായിട്ട് പാവപ്പെട്ട ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും സോഷ്യൽ മീഡിയയിലെയും അതുപോലെ കരിനിയമങ്ങളുടെയും വേർതിരിച്ചുകൊണ്ട് ഒരു അമ്മ മറ്റ മക്കളെ പോലെ, ഒരു തസ്ബീഹിമാരുടെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന മുത്തുമണികളെ പോലെ തോളോട് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതായ എല്ലാ സഹോദരങ്ങളെയും പരസ്പരം ചേർന്നിരിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ നിൽക്കേണ്ടതാണ്. 78ാമത് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ മനോഹാരിത പൂത്തുലയുന്ന, അതിന്റെ ചിന്തകൾ പൂത്തുലയുന്ന സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ ചിത്രങ്ങൾ ഇവിടെ വരച്ചിരുന്നാലും ശരി, എന്തൊക്കെ പ്രതിഭാസങ്ങൾ കൊണ്ടുവന്നിരുന്നാലും ശരി, ഇത് ഇന്ത്യയാണ്. ഇത് സാഹോദര്യത്തിന്റെ ഇന്ത്യയാണ്. ഇത് സ്നേഹത്തിന്റെ ഇന്ത്യയാണ്. അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന് കോടികൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരൻ കാസർഗോഡ് തിരുവനന്തപുരം മുതൽ പാളയംപള്ളി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്വന്തമായി കയറി ഇറങ്ങി 1 കോടി രൂപ സ്വന്തമായി കൊടുക്കുകയും മറ്റുള്ളവരൊന്നും രൂപ കളക്ട് ചെയ്യുകയും ചെയ്ത് അബ്ദുറഹീം എന്ന സഹോദരന്റെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചത് ക്രൈസ്തവരായ സഹോദരങ്ങളും ഹൈന്ദവരായ സഹോദരങ്ങളാണ്. ആർക്കെങ്കിലും കിഡ്നി ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസരത്തിൽ വെക്കപ്പെടേണ്ട ശരീരം ക്രൈസ്തവനാണെന്നോ മുസൽമാനാണെന്നോ ഹൈന്ദവരാണെന്നോ നോക്കാതെ ആ ബ്ലഡ് ഗ്രൂപ്പിന് അനുയോജ്യമാണെങ്കിൽ, ആ ബോഡിക്ക് അനുയോജ്യമാണെങ്കിൽ, ആ ശരീരം സ്വീകർത്താവായി മാറുമെങ്കിൽ അതിന്റെ ശരീരത്തിലേക്ക് ഹൃദയം പറിച്ചു കൊടുക്കുന്ന, കിഡ്നി പറിച്ചു കൊടുക്കുന്ന, കരള് പകത്ത് കൊടുക്കുന്ന, കണ്ണ് ദാനം ചെയ്യുന്നതായ സാഹോദര്യത്തിന്റെ ഉടമകളാണ് ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി പറയാം, ഐ ആം ആൻ ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരനാണ്. സന്തോഷത്തോടു കൂടി പറയാം, നമ്മൾ ഇന്ത്യക്കാരാണത്. ഇന്ത്യ എന്ന മനോഹരമായ ആശയത്തിൽ, അതിന്റെ ആദർശത്തിൽ, അതിന്റെ ഭരണഘടനയിൽ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി മുന്നോട്ട് ജീവിക്കുക. അഭിമാനത്തോടു കൂടി തലമുറയോട് പറയാനുള്ളത്, അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുക. എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിരുന്നാലും, ആരൊക്കെ ഏതൊക്കെ പള്ളികൾക്ക് വേണ്ടി അവകാശം പറഞ്ഞിരുന്നാലും, ബീഫിന്റെ പേരുകളിന് കൊണ്ടുവന്നിരുന്നാലും, ഭരണഘടനയെ നോക്കുകുത്തിക്കൊണ്ടായിട്ട് എന്തൊക്കെ നിയമങ്ങൾ അപ്പം ചുട്ടെടുക്കുന്നതും എടുത്തിരുന്നാലും ഈ രാജ്യം അതിന് കീഴിൽ നിന്നില്ല. കാരണം ഇന്ത്യക്ക് മഹത്തായ ഒരു പൈതൃകമുണ്ട്, സ്നേഹത്തിന്റെ പൈതൃകം. അത് ഒരുമിച്ച് തന്നെ നേരിടും. അതാണ് NRCയിൽ കണ്ടത്. വഖഫിന്റെ വിഷയത്തിലും ലോക്സഭയിലും രാജ്യസഭയിലും കണ്ടത് അതാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു തിരിച്ചറിയാനും അതനുസരിച്ച് സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കാനും
ഭാഗ്യം നൽകട്ടെ. കുട്ടികളോട് പറയാനുള്ളത്, സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജുകളിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സഹോദരന്റെ സഹോദരിയുടെ ചോറ്റുപാത്രത്തിനും കൂടെ നോക്കേണ്ടതുണ്ട്. അത് ആരായിരുന്നാലും ശരി. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും രാജേഷും, അദ്ദേഹം ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്, രാജേഷ് എന്ന സുഹൃത്ത്, ഒരിക്കൽ ഞാൻ ഒരു മെസ്സേജ് ചെയ്തപ്പോൾ അവൻ എന്നോട് തിരിച്ചു മെസ്സേജ് ഇട്ടത്, എടാ നിന്റെ ഉമ്മ അന്ന് കൊടുത്തു വിട്ടതായ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇന്നും മറന്നിട്ടില്ല എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മകൾ നൽകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ചേർത്ത് പിടിക്കുക, ചേർത്ത് പിടിക്കുക, സ്നേഹത്തോട് ചേർത്ത് പിടിക്കുക, ചോറ്റുപാത്രങ്ങൾ പങ്കുവെക്കുക, ആഹാരങ്ങൾ പങ്കുവെച്ച് കഴിക്കുക, വസ്ത്രങ്ങൾ പങ്കുവെച്ച് ധരിക്കാൻ വേണ്ടി നോക്കുക, സന്തോഷ നിമിഷങ്ങളിൽ അവരെ കൂടി ചേർത്ത് പിടിക്കുക. അങ്ങനെ സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അലമാലകൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഈ അറബിക്കടലിനെ, ഇന്ത്യൻ മഹാസമുദ്രത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ